ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ഇൻ അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ മദ്രാസ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് എങ്ങനെ ലോഗിൻ ചെയ്യാം. ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സാം റിസൾട്ട് പബ്ലിഷ് ആവില്ല. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് എങ്ങനെ ചെയ്യണം, അത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നും ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മദ്രാസ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ പ്രസൻ്റ് ആവും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ മദ്രാസ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോയിട്ട് ഇതുപോലെ കമ്പൽസറി ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് ഫോർ C26, അതായത് 2026 ഇൻറ്റേർണൽ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു വരും. ഇത് ഇൻസ്ട്രക്ഷൻസ് ടു ദി കോർഡിനേറ്റ്സ്, അതായത് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരികയാണ്. ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺ ഫോർ ഇൻറ്റേർണൽ അസൈൻമെൻറ്റ്സ്. മൊബൈൽ ഫോണിൽ നമ്മൾക്ക് ഇൻറ്റേർണൽ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ കഴിയില്ല. റിസൾട്ട് വിൽ ബി റിലീസ്ഡ് ഓൺലി ആഫ്റ്റർ ദ സബ്മിഷൻ ഫോർ ദ ഇൻറ്റേർണൽ അസൈൻമെൻറ്റ്സ്. അതായത് ഇൻറ്റേർണൽ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ആകുകയുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് 31/7/2026. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2026 ജൂലൈ. അതെന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അതുവരെ നമുക്ക് ഇൻറ്റേർണൽ അസൈൻമെൻറ്റ് ചെയ്യാം. അത് നമ്മൾ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് എഗ്രി എന്ന് പറയുന്ന അവിടെ ഒരു ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് നേരെ ലോഗിൻ ചെയ്യാം. ലോഗിൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ രജിസ്റ്റർ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് രജിസ്റ്റർ നമ്പർ, നമ്മളെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് സബ്മിറ്റ് ചെയ്ത് നേരെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഞാനിതാ ഇവിടെ ഇത്രയും അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ്സ് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇനി ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെൻറ്റ്സ് ആണ് വരുന്നത്. എനിക്ക് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആണ്. അതിൻ്റെ നേരെ ആ ഓപ്പൺ എന്നുള്ള ബട്ടൺ നോക്കിയിട്ട് നേരെ ഇതൊരു MCQ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻസിന് 4 ഓപ്ഷൻസ് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് അതിന് അനുസരിച്ചുള്ള ഉത്തരം കണ്ടെത്തിയിട്ട് ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് നമുക്ക് അറിയുന്ന ആൻസറിന് ഏതാണോ അത് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്ത് വരിക. അങ്ങനെ ഇത് മൊത്തത്തിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ലാപ്ടോപ്പിൽ ചെയ്യാം, കമ്പ്യൂട്ടർ വൈസ്ഡ് ചെയ്യാം. അതായത് ഫോണിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതെന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസാണ്. അങ്ങനെ മൊത്തം എത്ര ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കൊണ്ടുവരാം. അവസാനം കാണുന്ന ആ സേവ് ബട്ടൺ നിൽക്കുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടി നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ ഒന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആൻസർ ശരിക്കും സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസേഴ്സ് എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻസ് ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിപ്പോവും. പിന്നെ നമ്മൾ എത്ര ക്ലിക്ക് ചെയ്താലും അതിൽ ക്ലിക്ക് ആവില്ല. അതുകൊണ്ട് വൃത്തിയിൽ നമ്മൾ അറിയുന്ന ആൻസേഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് എല്ലാം ഒരുപോലെ സബ്മിറ്റ് ചെയ്ത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്ത് ഒന്നും കൂടി. ഈ ഇൻറ്റേർണൽ അസൈൻമെൻറ്റിന് ടൈം ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ഫുള്ളായിട്ട് റീവാലുവേഷൻ ചെയ്ത് ഫുൾ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് വരും. ആൻസേഴ്സ് റെക്കോർഡഡ് പറയുന്ന ഈ ഓപ്ഷൻസിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അസൈൻമെൻറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത്
ഇതുപോലെ 20 ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് രണ്ടാമത്തേതിലും വരുന്നത്. ഇതുപോലെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 20 ക്വസ്റ്റ്യൻസും ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്ത് സേവ് ബട്ടൺ ഞെക്കി റെക്കോർഡിൽ ഓക്കെ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് വെബ്സൈറ്റ് വഴി കയറുക. ഇതുപോലെ നമുക്ക് വീണ്ടും ഇതേ അസൈൻമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്തു പോവാം. ജൂലൈ 31 ഉള്ളിൽ നമ്മൾ ഈ അസൈൻമെൻറ്റ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലേ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ആവുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.